നമസ്കാരം, ഞാൻ സുമേഷ് യാതംകുളം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വരുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രസകരമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ്. അത് നമ്മൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല, പഴയ കാർ ഉപയോഗിച്ചാൽ കോടീശ്വരനാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫൈൻഡിങ്സ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ആളുകളെ കൂടി കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ഒരു ഫൈൻഡിങ്സ്. അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത്, ഞാൻ പണ്ട് മുതലേ ഒരു കാർ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ സിയാസ് പറഞ്ഞിട്ടുള്ള ഒരു മാരുതിയുടെ വണ്ടിയാണ്. അത് ഒരു കാലമായി. എനിക്ക് മക്കൾ 2 പെൺകുട്ടികളുടെ ഭാര്യ ഉപയോഗിക്കുന്നുണ്ട് ഒരു വണ്ടി, ഒരു ഡിസയർ ബ്ലൂ. മക്കൾ 2 ആൾക്കും ഇപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ് ലോ ഒക്കെ കഴിഞ്ഞ് ബിസിനസ്സിലേക്ക് ഒരാൾ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഒരു 4 വീലർ വന്നിട്ട് പോകാനുള്ളതെന്ന് വേണം തോന്നി. 2 വീലർ കൊണ്ട് വിടണ്ടെന്ന് വിചാരിച്ചു. ആ 4 വീലർ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇളയ മകൾ തേജ തങ്കു എന്നുള്ള ഒരു വീഡിയോ ചാനലും ക്രിയേറ്റീവ് ആയിട്ട് തന്നെ നടക്കുന്ന ഒരാളാണ്. ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. തേജ തങ്കു ഡയറീസ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അവിടെ പിന്നെ അവൾക്ക് അവളുടേതായിട്ടുള്ള ഇൻകവും സിസ്റ്റമൊക്കെ ഉണ്ട്. എന്നാലും ഞങ്ങൾ വീട്ടിൽ എൻ്റെ ഒരു വണ്ടി, മിസ്സിസിൻ്റെ ഒരു വണ്ടിയുണ്ട്, ഒരു ഡിസയർ. അത് പഴയ വണ്ടിയാണ്, അച്ഛനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പണ്ട് വീട്ടിലുണ്ടായിരുന്ന വണ്ടി. പിന്നെ മക്കൾക്ക് 2 ആൾക്കും 2 വണ്ടി എടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ വണ്ടി 3 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മിസ്സിസ് ഉപയോഗിക്കുന്ന വണ്ടി 3 ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എൻ്റെ 4 ലക്ഷത്തി ചില്ലറ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഡിസയർ സിയാസ്. അപ്പോൾ മക്കൾക്ക് 2 വണ്ടി വേണമെന്ന് ആലോചിച്ചപ്പോൾ 4 വണ്ടിയും പുതിയതെടുക്കുക എന്നുള്ളൊരു പ്രപ്പോസലാണ് സാധാരണഗതിയിൽ നമുക്ക് വരിക, അല്ലേ? അങ്ങനെ ചിന്തിക്കാമല്ലോ, ഇത്ര ഓടിയ വണ്ടിയാണ്, ഇനിയിപ്പോൾ 2 വണ്ടി കൂടി പോകും. അപ്പോൾ ഞങ്ങൾ ആ സമയത്ത് വെച്ചിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് ഡിസൈഡ് ചെയ്ത് ഞാനൊരു ചാർട്ട് ഉണ്ടാക്കി. അത് ഏകദേശം 2 കൊല്ലമായി. 2 കൊല്ലം കഴിഞ്ഞ് അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് എൻ്റെ ബെനിഫിറ്റ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത്. ഇത് ചിലപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ കേസ് ഒരു 2 വീലർ ആയിരിക്കാം, ഒരു 2 വീലർ ആകും, ഒരു കുഴപ്പമില്ല. അവൻ്റെ വീട്ടിൽ ഒരു 2 വീലർ ഉണ്ടെങ്കിൽ അതിൻ്റെ മെച്ചം കൊടുക്കുക. ചിലപ്പോൾ ഇതിനേക്കാളും വലിയ 4-5 വണ്ടികളുണ്ടാവും, അവർക്ക് മെച്ചം കൊടുക്കുക. അല്ലെങ്കിൽ 6-7 വണ്ടികളുണ്ടാവും. ഇനി അല്ല ഒരു കാറേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ മെച്ചം. എന്തായാലും ഈ ഇപ്പം ഞാൻ പറയുന്ന സ്റ്റോറി നിങ്ങളുടെ സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെടുത്തിയാൽ അവിടെ എന്ത് ഗ്യാപ്പ് കിട്ടുന്നു നിങ്ങൾക്ക് ഈ സ്റ്റോറിയിൽ നിന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഇടുന്ന എക്സൽ ഷീറ്റ് ഉണ്ട്, 1-2 ഷീറ്റ് ഇടും. ആ ഷീറ്റിൻ്റെ അകത്ത് നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ സ്റ്റോറി ഞാൻ പറയാം, കഥ പറയാം. ഞങ്ങൾക്ക് 4 കാർ, അതായത് ഒരു കാർ ഒരു 4 ലക്ഷം, എൻ്റെ വണ്ടിയും ഒരു 4 ലക്ഷം രൂപ എന്നെ വില പിടിക്കുമെന്നപ്പോൾ സംശയമാണ്. എന്നാലും ഞാൻ ഹയർ എൻ്റെ 4 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ട്. അതായത് ഒരു സിയാസ് ആണ്, ഡീസൽ വണ്ടി, 4,30,000 കിലോമീറ്റർ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ആ വണ്ടിയാണ്. അത് എഞ്ചിൻ പണിയൊക്കെ കഴിഞ്ഞ് വളരെ നീറ്റായിട്ട് വെച്ചിട്ടുള്ള കമ്പനി, എല്ലാ കമ്പനി സർവീസ്ഡാണ്. റൈറ്റ്. അടുത്തത് വേറൊരു കാർ, ഒരു ഡിസയർ മിസ്സിസ് യൂസ് ചെയ്യുന്നത്. പിന്നെ മക്കൾ യൂസ് ചെയ്യുന്ന 2 ഹോണ്ട അമേസുകൾ, 2 ആൾക്കും 2 ഹോണ്ട അമേസ് ആണുള്ളത്. അപ്പോൾ ഇതിനെല്ലാറ്റിനും ഒരു 4 ലക്ഷം രൂപയാണ് ആവറേജ്. അതിനെക്കാട്ടി താഴെ ആയിരിക്കും ചിലവുള്ളൂ. ഞാൻ സുമാറിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. 4 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ, 4 വണ്ടികൾക്ക്. റൈറ്റ്. അങ്ങനെ നമ്മൾ വാല്യൂ ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിക്കുന്നത്, അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞത്. കോസ്റ്റ് പെർ 1 കിലോമീറ്റർ ഓടാൻ എല്ലാ ഡീസൽ വണ്ടികളും ഒരു ആവറേജ് എല്ലാ വണ്ടികളും 20 കിലോമീറ്ററിൻ്റെ മുകളിൽ മൈലേജ് ഉണ്ട്. ഇപ്പോൾ 94 രൂപ, 95 രൂപ, 96 രൂപയ്ക്കല്ല ഡീസലിന് വില. അപ്പോൾ 20-ന് മുകളിൽ എൻ്റെ ഓടുന്ന വണ്ടിയൊക്കെ 10-23 കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജ്, 22 കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജ് ഉണ്ട്. 20 കിലോമീറ്റർ വയ്ക്കുക ആവറേജ് മൈലേജ്. ദാറ്റ് മീൻസ് 1 കിലോമീറ്ററിന് 5 രൂപ കോസ്റ്റ് വരും ചിലവ്. ശരിയല്ലേ? റൈറ്റ്. അതേത് അതിൻ്റെ റണ്ണിങ് കോസ്റ്റ് ഒക്കെ കൂടിയിട്ട് ഒരു 7 രൂപ വരുന്ന വയ്ക്കുക. അതിൻ്റെ മെയിൻ്റെനൻസ്, റണ്ണിങ് കോസ്റ്റ്, ടയർ എല്ലാം കൂടിയിട്ട് 7 രൂപ കോസ്റ്റ്. അപ്പോൾ എൻ്റെ വണ്ടിക്ക് ഞാൻ നന്നായി ഓടുന്ന ആളാണ്. ഒരു 27,500 രൂപ ഞാൻ കോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര കിലോമീറ്റർ അത്ര ഓടുന്നു വിചാരിച്ചിട്ട്. റൈറ്റ്. അത്ര ദാറ്റ് മീൻസ് 3000-ന് മുകളിൽ കിലോമീറ്റർ ഞാൻ ഓടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് കോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മാസം സുമാറ് ചിലവ് വരുന്നത്. ബിക്കോസ് അത്രയും ബിസിനസ് ആവശ്യങ്ങൾക്കായിട്ട് അങ്ങോട്ട് ഓടും, കംപ്ലീറ്റ് ഓടുന്നതാണ്. അതേപോലെ തന്നെ മോളുടെ ദിവസം ഓഫീസിൽ വന്നിട്ട് പോകും. അതിനൊരു 9,750 രൂപ ചിലവ് വരാൻ സാധ്യതയുണ്ട് മാസത്തിൽ. ചെറിയ മോളുടെ അതേപോലെ തന്നെ ഒരു 9,750 രൂപ ചിലവ് വരാൻ സാധ്യതയുണ്ട്. മിസ്സിസിൻ്റെ കാലത്ത് അവനൊരു ആവശ്യങ്ങൾ, ജിമ്മ്, അങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് ഇടയ്ക്ക് ആഴ്ചയിൽ 1-2 ദിവസം ഓഫീസിൽ വരും പോകും. ഇതായിരിക്കും ചിലവ്. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു 3000 രൂപയെ ചിലവ് വരുള്ളൂ മിസ്സിസിന്. അങ്ങനെ ടോട്ടൽ ഞങ്ങളുടെ ഫ്യൂവൽ കോസ്റ്റും മെയിൻ്റെനൻസ് കോസ്റ്റും കൂടി സുമാറ്, ചെറിയ ഏറ്റത്തോക്കങ്ങൾ ഉണ്ടാവാം, ഒരു 50,000 രൂപ ടോട്ടൽ കോസ്റ്റ് വരാൻ സാധ്യതയാണ്. റൈറ്റ്. ക്ലിയർ ആണ്. ഇതേ സമയത്ത് നമ്മൾ 4 വണ്ടിയും പുതിയതാക്കിയെന്ന് വയ്ക്കുക. ഈ 4 ലക്ഷം രൂപ കയ്യിൽ നിന്ന് എടുത്തു. ഇപ്പോൾ പുതിയ വണ്ടി ഏത് കിട്ടണമെങ്കിലും ഇതിനേക്കാട്ടിലും കോസ്റ്റ് കമ്മിയായി ഡീസൽ വണ്ടികൾ ഇപ്പോൾ ഇല്ല പൊതുവെ. പിന്നെ ഇനി CNGക്കോ എല്ലാം പോവുകയാണെങ്കിൽ ഇതിനേക്കാട്ടിലും കോസ്റ്റ് കമ്മിയായിട്ട് ഓടണമെങ്കിൽ CNGക്കോ എല്ലാം പോവുകയാണെന്ന് വയ്ക്കുക. 10 ലക്ഷം ഉറുപ്പിക ഇല്ലാതെ ഈ ഒരു റേഞ്ചിലുള്ള വണ്ടികൾ ഇല്ല. റൈറ്റ്. അപ്പോൾ 10 ലക്ഷം രൂപയും കൂടി കൊടുത്തിട്ട് CNG വണ്ടി വാങ്ങിച്ചു എന്ന് വയ്ക്കുക. 4 വണ്ടികൾ എല്ലാറ്റിനും ഒരു 4 ലക്ഷം 6 ലക്ഷം രൂപ EMI എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തു. ഏതാണെങ്കിലും ഒരു ഫിനാൻസ് കോസ്റ്റ് അവിടെ ഉണ്ടല്ലോ, ഞാൻ EMI ഉള്ള പോലെ എടുത്തു എന്ന് വയ്ക്കുക. റൈറ്റ്. അപ്പോൾ EMI ഉള്ള പോലെ എടുത്താൽ 6 ലക്ഷം രൂപ കടവും വാങ്ങിയാൽ, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വണ്ടിക്ക് 6 ലക്ഷം രൂപ കടം വാങ്ങിയാൽ 4 വണ്ടിക്കും കൂടി 24 ലക്ഷം രൂപ കടമായി. 1 ലക്ഷം രൂപയ്ക്ക് 5 കൊല്ലത്തെ EMI എടുത്താൽ, 3 കൊല്ലമാണ് എപ്പോഴും നല്ലത്, 5 കൊല്ലത്തെ EMI എടുത്താൽ 1 ലക്ഷം രൂപയ്ക്ക് 2,124 രൂപ അടവ് വരും. അതായത് 10% ഉള്ള ബാങ്കുകളിൽ നിന്ന്, അതായത് കനറ ബാങ്കോ അല്ലെങ്കിൽ SBIയോ HDFCയോ പോലുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ സുമാർ എടുത്താൽ, സുമാർ 10% ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ, റൈറ്റ്. എന്നിട്ട് അതിന്
ടോട്ടൽ EMI പറയുന്നത് ഈ 4 വണ്ടികൾ കൂടി 24 ലക്ഷം രൂപയ്ക്ക് 50,976 രൂപ EMI വരാൻ സാധ്യതയുണ്ട്. ശരിയല്ലേ? ഞാൻ ആ ചാർട്ട് ഇതിൻ്റെ അകത്ത് ഇടും, എക്സൽ ഷീറ്റ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലായതിന് സൂം ചെയ്ത് നോക്കിയാൽ മതി. 50,976. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ എല്ലാ ഫിഗറുകളും ഇത് എക്സൽ ഷീറ്റിൽ ഉണ്ടാവും, നിങ്ങൾ നോക്കുക, എക്സാമിൻ ചെയ്യാൻ നിങ്ങൾക്ക്. 50,976 രൂപ. അതാണ് നമ്മൾക്ക് വരുന്ന EMI പൈസ. ഒപ്പം നേരത്തെ മുകളിൽ വരുന്ന 50,000 രൂപ ഫ്യൂവൽ കോസ്റ്റ് എന്തായാലും വരികയും ചെയ്യും. ശരിയല്ലേ? അപ്പോൾ എത്രയായി? 1,976 രൂപ വരാൻ സാധ്യതയുള്ളതിന് പകരം നമ്മൾക്ക് ഇപ്പോൾ വെറും 50,000 രൂപയെ വരുന്നുള്ളൂ. റൈറ്റ്? യെസ്. അപ്പോൾ അടുത്തത് ഇത് എന്ത് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് അടുത്തത് ഇനി ഇത് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ പഴയ വണ്ടി വാങ്ങി ഈ വണ്ടി വീണ്ടും വില കുറയില്ലേ? ഒരിക്കലും പുതിയ വണ്ടി പോലെ കുറയില്ല, ചെറുതായിട്ട് കുറയും. അപ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ കോസ്റ്റായിട്ട് നമ്മൾ ഒരു മാസം 20,000 രൂപയും കൂടി എനിക്ക് മാറ്റി വയ്ക്കുന്നു. ക്ലിയർ ആയോ? 20,000 രൂപ ആ ഡിപ്രീസിയേഷൻ കോസ്റ്റ്. ആ 20,000 രൂപ ഓരോ മാസവും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ഗ്രോത്ത് കൊണ്ട് നമുക്കിനി 4 കൊല്ലം കഴിയുമ്പോൾ ഈ വണ്ടി മോശമാകുമ്പോൾ ഇതിൻ്റെ എഞ്ചിൻ പണി എടുക്കാനോ ഇതിനെ പെയിൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ വണ്ടി മാറ്റിയിട്ട് ഇതേപോലെ ഒരു പഴയ വണ്ടി എടുക്കാനുള്ള പൈസ ധാരാളം മതിയാവും. റൈറ്റ്? ബാക്കി വരുന്ന 30,000 രൂപയുണ്ട് ഈ കുടുംബത്തിൻ്റെ. അതായത് ഈ രീതിയിൽ 16 ലക്ഷം രൂപേൻ്റെ വണ്ടി. അപ്പോൾ നിങ്ങളുടെ ഈ 4 × 4 എത്രയാണ്? 8 × 16 ലക്ഷം രൂപേൻ്റെ വണ്ടി. ഇത് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ 4 ലക്ഷം രൂപേൻ്റെ ആവാം, ചിലപ്പോൾ 40 ലക്ഷം രൂപേൻ്റെ ആവാം. ഇതിൻ്റെ അനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് മാറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാൽക്കുലേഷൻ നിങ്ങൾക്ക് അവിടെ വർക്കാവും. ക്ലിയർ? അപ്പോൾ 20,000 രൂപ നമ്മൾ അതിൻ്റെ ഡിപ്രീസിയേഷൻ വരാൻ സാധ്യതയുള്ളതിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ബാക്കി 30,000 രൂപയുണ്ട്. ഈ 30,000 രൂപനെ ഇന്നത്തെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIP, അതായത് അത് ഗോൾഡ് ആവാം, ഗവൺമെൻറ് ബോണ്ടുകളാവാം, അത്തരത്തിലുള്ള വളരെ സേഫ് ആയിട്ടുള്ള SIPയിൽ ഇട്ട് കഴിഞ്ഞാൽ ലാർജ് ക്യാപ് ഫണ്ടുകളിലോ മിഡ് ക്യാപ് ഫണ്ടുകളിലോ അതുപോലുള്ളത്, ബിക്കോസ് എൻ്റെ വായിന്ന് വരുന്ന വല്ല തെറ്റിയാൽ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവേണ്ടാവെന്ന് വിചാരിക്കുന്നു. അതിലിട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇടാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ 30,000 രൂപ നമ്മൾ ഇപ്പിട്ടാൻ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഓരോ കൊല്ലം കഴിയുന്നതോറും എന്ത് ഉണ്ടാവും? അതിൻ്റേതായിട്ടുള്ള അപ്രീസിയേഷൻ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഈ ചിലവുകൾ എന്താവും. സാധാരണ ഇതിൽ ഡീസലും ബാക്കിയുള്ളതാകുമ്പോൾ പുതിയ വണ്ടികളാകുമ്പോൾ അതിനനുസരിച്ച് പുതിയ വണ്ടിക്ക് കൂടുതലും പഴയ വണ്ടിക്ക് അല്പം കുറവുണ്ടാവുള്ളൂ എല്ലാ ചിലവുകളും. ആ കൂടുതൽ ഇതിനും കൂടിയിട്ട് ഒരു ടേബിളിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു കൊല്ലം കൊണ്ട് നമുക്ക് 4,03,000 രൂപയോളം, അതായത് 12% ഞാൻ ഗ്രോത്ത് ഇട്ടുള്ളൂ. ഏത് ഫണ്ടിലും നമുക്ക് SIPയിൽ ഇപ്പോൾ ആവറേജ് 10-30 കൊല്ലത്തെ ട്രാക്ക് എടുത്തു കഴിഞ്ഞാൽ 12% ഗ്രോത്ത് ഈസി ആയിട്ട് കിട്ടുന്നത് എല്ലാവർക്കും അറിയാം. 12% ഇട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് 25 വയസ്സാണ്. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് മൂത്താൾക്ക് 25 വയസ്സാണ്, അല്ലെങ്കിൽ 24 വയസ്സ്, എത്രയോ 25 വെച്ച് വർക്കൗട്ട് ചെയ്താൽ അവളുടെ ഒരു 70 വയസ്സാകുമ്പോഴേക്ക് അതേ SIP മാത്രം ഈ ഫോർമുലയിൽ അവൾ ലൈഫ് ടൈം മുഴുവൻ വെഹിക്കിൾസ് വാങ്ങിയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കൃത്യമായിട്ട് 70 വയസ്സാകുമ്പോഴേക്കും 100 കോടി രൂപ ബാക്കിയുണ്ടാവും. 100,35,75,503 രൂപ ബാക്കിയുണ്ടാവും. അതിൻ്റെ ഞാൻ എക്സൽ ഷീറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കണ്ട് എക്സ്പാൻഡ് ചെയ്ത് നോക്കി പ്രിൻ്റ് ഔട്ട് എടുത്ത് പരിശോധിച്ച് വൃത്തിയായിട്ട് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. 100 കോടി രൂപയാണ് 12% ഗ്രോത്ത് ഉണ്ടെങ്കിൽ കിട്ടുക. ഇതൊരു വസ്തുതയാണ്. ഇതെന്താ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ വലിയൊരു മരം വെച്ചിട്ട് ദിവസം നോക്കുമ്പോൾ അതിൻ്റെ വളർച്ച നമുക്ക് ദിവസം കാണാൻ കഴിയില്ല. ഈ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് ഇതാണ്. ഇതേപോലെ നമ്മൾ കടം വാങ്ങിക്കുമ്പോൾ കുത്തുപാളയാവുന്നത് ഇതേപോലെ തിരിച്ചാണ്. ഈ 100 കോടി രൂപ നമ്മളിന്ന് എവിടെന്നെങ്കിലുമൊക്കെ ആയിട്ട് പോവും. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവില്ല. നമ്മൾ കോമൺ സെൻസ് ഇവിടെയുള്ള ബാങ്കേഴ്സ്, ഇവിടെയുള്ള ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ റിച്ചായിട്ട് പോകുന്നില്ലേ? എൻ്റെ സ്റ്റാറ്റസുകൾ എങ്ങനെ പോകുന്നത്? അവിടെ നോട്ടടിക്കാൻ പറ്റില്ലല്ലോ. ഈ നമ്മൾ ആളുകളുടെ ഡെപ്പോസിറ്റും നമ്മൾക്ക് ലെൻഡ് ചെയ്യുന്ന പൈസൻ്റെയും തമ്മിലുള്ള ഗ്യാപ്പ് തന്നെയാണ് അവിടെ. അതിൻ്റെ അർത്ഥം ബാങ്കുകൾ മോശമാണെന്നോ അവർ ചൂഷണം ചെയ്യണമെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ലേ. നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നമ്മളുടെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ, നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ കുടുംബത്തിൻ്റെയും നമ്മളുടെ നാട്ടിൻ്റെയും ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആവണമെങ്കിൽ കഴിവതും ഡെറ്റ് ഫ്രീ ആയി പോയാൽ നന്നായിരിക്കുമെന്നാണ് കൃത്യമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ഇത് ഞങ്ങളുടെ ലൈഫിലെ എക്സ്പീരിയൻസ് ആണ്. പാസ്റ്റ് 2 കൊല്ലമായിട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാറ്ററാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു പഴയ വണ്ടിയല്ലേ, അത് വണ്ടി കേടുവരും വഴി നിൽക്കുന്നത്. ഇന്ന് വരെ 4,35,000 കിലോമീറ്റർ ഓടിയ ഒരു സിയാസ് കാറിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ഇന്ന് വരെ ഒരു സ്ഥലത്ത് ബ്രേക്ക് ഡൗൺ ആയി എന്നിട്ട് വേറെ വണ്ടിയിൽ കയറി പോകേണ്ട ഒരു സ്ഥിതി എനിക്ക് വന്നിട്ടില്ല ഈ മൊമെൻറ്റ് വരെ. റൈറ്റ്? അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കത് ഒരുവിധം ഒരു ചെറിയൊരു കോമൺ സെൻസിൽ അത് വൃത്തിയായിട്ടൊന്ന് നോക്കാനും അതിനെന്താണോ വേണ്ടത് പീരിയോഡിക്കൽ കറക്റ്റായിട്ട് അവർ പറയുന്ന പോലെ അത് ഉണ്ടാക്കിയ പ്രൊഡ്യൂസേഴ്സ് പറയുന്ന പോലെ മാന്യമായിട്ട് സർവീസ് ചെയ്തുകൊണ്ട് നടന്നാൽ ഇതെല്ലാം പോസിബിളാണ്. ഒപ്പം AC എല്ലാം. അതായത് ഇനിയിപ്പോൾ സിയാസിനെ കുറിച്ച് ഞാൻ പറയേണ്ടില്ല. നമ്മുടെ ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ സഞ്ചരിക്കുന്ന വെഹിക്കിളാണ് അത്. ആ സൗകര്യം അവർക്കുള്ള ആ സൗകര്യം എനിക്കുണ്ട്, കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് എന്നെ സംബന്ധിച്ചത് മതി. ഇതിൻ്റെ അർത്ഥം ഞാൻ അങ്ങനെയല്ല പറയുന്ന ആരുടെ അടുത്തും ഫ്രൂഗാലിറ്റിയിൽ നമുക്ക് ജീവിക്കുകയാണെങ്കിൽ
നന്നായി ജീവിക്കാനുള്ള സംവിധാനമുണ്ട്. അതേസമയത്ത് ബെൻസോ BMW വേറെ ആളുകൾ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവർക്ക് അതിനുള്ള റിസോഴ്സ് ഉണ്ടാവും, നല്ല പൈസ വരുമാനമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും എടുക്കാം. ഞാൻ ഉദ്ദേശിച്ചത് കടം വാങ്ങി ബെൻസോ BMW ഓടിയൊക്കെ വാങ്ങിയിട്ട് പെട്രോൾ അടിക്കാൻ കാശില്ലാതെയും പഞ്ചറായാൽ ടയർ മാറ്റാൻ കാശില്ലാതെയും അലയുന്ന ശീലത്തുനിന്ന് ഒന്ന് മാറി ചിന്തിച്ചാൽ കോടീശ്വരനായിട്ട് നമുക്ക് നടക്കാൻ കഴിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് വണ്ടി വാങ്ങിക്കുന്നതോ വീട് എല്ലാ കാര്യങ്ങളും നമ്മൾ സാധാരണ വീടുകളുടെ വീഡിയോ ഒക്കെ ഇതെല്ലാം നമ്മൾക്ക് അത്യാവശ്യമുള്ളത് ആ സൗകര്യത്തിന് വേണ്ടി വാങ്ങിച്ചാൽ പ്രശ്നമേ വരില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ആർഭാടമായിട്ട് വാങ്ങിക്കുമ്പോഴാണ് കാര്യങ്ങൾ തിരിഞ്ഞിട്ട് എന്തിനു വേണ്ടി ചെയ്യുന്നോ അതിൻ്റെ വിപരീത ഫലമുണ്ടാകുന്നത്. റൈറ്റ്? അപ്പോൾ ഇത് ഇങ്ങനെ ലോകത്ത് നടക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമല്ല. ചില ആളുകൾ അങ്ങനെ നന്നായിട്ട് നടന്ന് ഉയർന്നു വരുന്ന ആളുകളുണ്ടാവാം. അത് നമ്മൾക്ക് അതിൻ്റെ അകത്ത് എതിർപ്പുമില്ല, അവരുടെ അടുത്ത് പരിഭവമില്ല, അവർ ശരിയല്ല എന്നുള്ള അഭിപ്രായമില്ല, അവരും ശരിയാവാം. പക്ഷേ നമ്മൾക്ക് സാധാരണക്കാരായിട്ടുള്ള കൂടുതൽ ആളുകളുടെ ശരി വളരെ സേഫ് സോണിൽ സേഫായിക്കൊണ്ട് ആവശ്യമില്ലാതെ ഡെറ്റ് ട്രാപ്പിൽ പെടാതെ മുന്നോട്ട് പോകുമ്പോൾ അവർക്കുള്ള ഫിനാൻഷ്യൽ ഫ്രീഡവും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് ഒരു കാഴ്ചപ്പാടാണ്. ഇതന്നെ ഫോളോ ചെയ്യണം, ഇതാണ് ലോകത്തെ അവസാനത്തെ നിയമം അങ്ങനെ ഒന്നുമില്ല. തീർച്ചയായിട്ടും ഇതിന് വിമർശനങ്ങൾ ഉണ്ടാവും, എതിരഭിപ്രായങ്ങൾ ഉണ്ടാവും. എല്ലാം അതേ അഭിപ്രായത്തിൽ പൾസിൽ സ്വീകരിക്കുന്നു. നമുക്കിത് ഇതേ ആംഗിളിലുള്ള വീഡിയോസൊക്കെ ഈ ചാനലിൽ വരും. ഒപ്പം വീട് കെട്ടുമ്പോൾ വീടിന് എത്ര ആയിരിക്കും വീടിൻ്റെ സൈസ്, വീടിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും, സുമാർ എത്ര എമൗണ്ട് വന്നാലാണ് ഒരാൾക്ക് താങ്ങാൻ പറ്റുക, സാധാരണ ഒരു കുടുംബത്തിന് എത്ര വരുമാനം ഉണ്ടെങ്കിൽ എത്ര എമൗണ്ട് വരെ വീട് കെട്ടാം, അതെങ്ങനെ കെട്ടാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള വീഡിയോസുമായിട്ടായിരിക്കും ഞങ്ങൾ ഈ ചാനൽ ഉണ്ടാവുക. ഈ ചാനൽ അപ്പോൾ ഇത് നല്ല ഇൻഫർമേറ്റീവ് ആണ് തോന്നുന്നത്. തീർച്ചയായിട്ടും പറ്റാവുന്ന ആളുകൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഒരുപാട് ആളുകളുണ്ടാവും ഒരു വീട് വാങ്ങിക്കണം, അല്ലെങ്കിൽ വണ്ടി വാങ്ങിക്കണം, പുതിയത് വാങ്ങിക്കണം, EMI എടുക്കണം, ഇനിയിപ്പോൾ എന്താണ് നമുക്ക് കുറച്ച് പൈസ വന്നല്ലോ, നേരെ പാസ്സായി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഒരു ജോലി കിട്ടി, അങ്ങനെ വേഗം മുഴുവൻ EMI വരുന്ന രീതിയിൽ വണ്ടി എടുക്കുക. യെസ്, അത് തെറ്റല്ല. അങ്ങനെയുള്ളവർ എടുക്കുന്ന ചോയ്സ് എടുത്തോട്ടെ. കണ്ട് മനസ്സിലാക്കി നമ്മളുടെ ജീവിതത്തിൽ ഇത് ഗുണകരമാവും തോന്നുന്നത്. ഇത് അറിയാതെ പോയിട്ട് ഒരാളെടുത്തിട്ട് ഡെറ്റ് ട്രാപ്പിൽ പെടണ്ട. അറിഞ്ഞുകൊണ്ട് ചോയ്സിൽ അവർക്ക് നല്ല പുതിയ വണ്ടി വേണം, അതവരുടെ ആഗ്രഹമാണ് ലൈഫിലെങ്കിൽ ലെറ്റ് ദം ടേക്ക്. ബിക്കോസ് മനുഷ്യൻ്റെ ആഗ്രഹമാണ് ഏറ്റവും വലുത്. അവർ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷെ അറിയാതെ പെടരുതെന്നുകൊണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യേണ്ട ആളുകൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സ്റ്റേ ട്യൂൺഡ്, ഇതുപോലുള്ള വീഡിയോസ് ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡ്രീം ഹോം ക്വാളിറ്റിയോടുകൂടി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും പറഞ്ഞാലേ അതങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അല്ലേ? അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ആമസോണും ഫ്ലിപ്കാർട്ടും Alibaba.com ഒക്കെ പോലെ നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ കളക്റ്റീവ് ഓൺലി ഉള്ളതിനാൽ കൺസൾട്ടൻസും വർക്ക് കോൺട്രാക്ടേഴ്സും സപ്ലൈയേഴ്സും ഒക്കെ 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യാറ്. ആ ഡിസ്കൗണ്ട് നേരിട്ട് നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടെ നിങ്ങൾക്ക് തരികയും ടോട്ടൽ പ്രോജക്റ്റ് ഹൗസിംഗ് ലോൺ മുതൽ ഫിനിഷിംഗ് വരെ ഫുള്ളി ട്രാൻസ്പെറന്റ് ആയിട്ടും സൂപ്പർ എഫിഷ്യന്റ് ആയിട്ടും ഞങ്ങളുടെ ടീം മാനേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്വപ്ന വീട് ക്വാളിറ്റിയോട് കൂടിയിട്ട് സുമാർ 10% സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്ലോട്ടിലോ അല്ലെങ്കിൽ CT ബിൽഡേഴ്സ് ആപ്പിലൂടെ പ്ലോട്ടുകൾ വാങ്ങിയിട്ടോ അവിടെ നിർമ്മിക്കാം. ദാറ്റ്സ് ഓൾ. നീ കളഭമാടുന്ന നേരം ആ പരിമളം എന്റെ വീട് കണ്ടാലും അവർ ഹോം ഇറ്റ്സ് ലൈക്ക് ഓസം. സമയമേ ബിൽഡർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരൊരു എമൗണ്ട് പറയും, അത് നമ്മളങ്ങോട്ട് കണ്ണുടച്ച് കൊടുക്കുകയാണ്. അതിൽ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. ഞാൻ ഹാപ്പിയാണ് ഈ പ്രൊജക്റ്റില്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. പക്ഷെ ഞങ്ങൾ ഇതിൽ 100% സാറ്റിസ്ഫാക്ഷൻ ആണ്. ഞങ്ങളെ ചീറ്റ് ചെയ്തില്ല. ടീം നന്നായി സപ്പോർട്ട് ചെയ്തു. എല്ലാവരും നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യും. എല്ലാവരോടും നന്ദിയുണ്ട്. കംപ്ലീറ്റ് ചെയ്തു വന്ന ഈ ലാസ്റ്റ് ഒരു 15 ഡേയ്സിലാണ് നല്ലൊരു ഔട്ട്കം വന്നപ്പോൾ എന്തായാലും ഇനി ഇവിടെ തന്നെ താമസിക്കാന്ന് പ്ലാൻ ചെയ്തു. മുംബൈയിൽ നിന്ന് ഒഴിവാക്കി പാലക്കാട് വരാൻ തീരുമാനിച്ചു. താങ്ക്സ് ടു ചാത്തൻകുളം. A fully super efficient digital system that helps clients to build their dream home by saving around 10%. CT Builders app, an innovation of Chathamkulam Group.